ഇന്ന് ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ. 2002 പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയം ആരംഭിക്കുന്നത്. എന്നാൽ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടപ്പോൾ ആദ്യ സിനിമയിലൂടെ തന്നെ ഫഹദ് ഒരുപാട് വിമർശിക്കപ്പെട്ടിരുന്നു. പിന്നീട് പ്രേക്ഷകർ കണ്ടത് അദ്ദേഹത്തിന്റെ ഗംഭീര തിരിച്ചുവരവായിരുന്നു. ഇന്ന് മലയാളത്തെ പോലെ തന്നെ അന്യഭാഷയിലും തിരക്കുള്ള നടനാണ് ഫഹദ്. ഇപ്പോൾ ഫഹദിനെ കുറിച്ച് പറയുകയാണ് സംവിധായകനും അദ്ദേഹത്തിന്റെ പിതാവുമായ ഫാസിൽ. ഫഹദിനെ തന്റെ സിനിമയിൽ അഭിനയിപ്പിച്ചത് മകനായതുകൊണ്ട് മാത്രമല്ല എന്നും മറിച്ച് ഫഹദിന്റെ കഴിവ് കണ്ടിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് ഫാസിലായിരുന്നു. ഫഹദിനെ താൻ ഇന്റർവ്യൂ ചെയ്തിരുന്നുവെന്നും അതിന്റെ വീഡിയോ താൻ അന്ന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയുമൊക്കെ കാണിച്ചിട്ടുണ്ടെന്നും ഫാസിൽ പറഞ്ഞു. അവൻ തിരിച്ചു വരുമെന്ന് താൻ അന്നേ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാനാണ് പൃഥ്വിരാജിനെയും അസിനെയും ആദ്യമായി അഭിനയിപ്പിക്കാൻ ആലോചിച്ചത്. എന്റെ വീട്ടിലാണ് അവർ ആദ്യം ഇന്റർവ്യൂവിനായി വന്നത്. പക്ഷെ ആ സിനിമ എഴുതാൻ കഴിഞ്ഞില്ല. നയൻതാരയെയും ആദ്യം വിളിച്ചത് ഞാനാണ് ഫഹദിന്റെ നായികയാക്കാൻ. പ്രിയ മണിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. പിന്നെ ഫഹദ് അഭിനയിച്ചത് എന്റെ മകനായതുകൊണ്ടല്ല, കഴിവുകൊണ്ടാണ്. അവനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ അന്ന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയുമൊക്കെ കാണിച്ചിട്ടുണ്ട്. അവൻ തിരിച്ചു വരുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അതുപോലെ ഞാൻ പുതുമയ്ക്കായി എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരും ചിന്തിക്കാത്ത സമയത്താണ് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് നായിക പ്രാധാന്യമുള്ള പടം ഞാൻ എടുക്കുന്നത്, ഫാസിൽ പറഞ്ഞു.